78 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇവൻ്റെ രോമത്തിൽ പോലും ഏക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഡീലല്ലേ? നിങ്ങൾ ആലോചിച്ച് 4,80,000 രൂപയ്ക്ക് സസ്പെൻഷൻ നോക്കി 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും 1 മാസം യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഫാൻ സ്പീഡ് ഓഫ് ചെയ്തു. അപ്പോൾ ഈ അൽപ്പന് എന്തോ കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണെന്ന് ഞാൻ മറന്നുപോയി. എന്താണ്ട് ഇവിടെ കാണുമ്പോൾ അതാണെന്ന് തോന്നും. പക്ഷെ അതല്ല സംഭവം. ഞങ്ങളിപ്പോൾ ഇതാണ്ട് കൊച്ചിയിലുള്ള കാസ്റ്റ് 24 യാർഡ് വരെ വന്നാണ്. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു SSIT എടുത്തായിരുന്നല്ലോ ഇവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ SSIT എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോബ്ലം അല്ല, അതിൻ്റെ അകത്ത് ഓടിച്ചുകൊണ്ട് നടക്കാനൊക്കെ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഇവർക്ക് ചെറിയൊരു കാറും കൂടെ എടുത്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്, തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കാസ്റ്റ് 24 നിന്ന് വിളിച്ചിട്ട് ഇവിടെ കുറേയധികം സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഷോക്കേസ് ചെയ്യാം, നമ്മുടെ ഒരു നോട്ടം കൂടെ നടക്കാമല്ലോ എന്നോർത്ത് ഞങ്ങൾ ഇവിടം വരെ വന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു 5-6 കാറുകൾ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പലതും പല സെഗ്മെൻറ്റിലുള്ള കാറുകളാണ്. എന്നാൽ പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് നോക്കുമ്പം ഏത് വേണമെന്നുള്ളതും കൂടെ ഒന്ന് ഡിസൈഡ് ചെയ്യാം. അത് നിങ്ങൾക്കും കാണാം, കാരണം നല്ല വാല്യൂ ഫോർ മണിയുള്ള വെഹിക്കിൾസാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ ശരിക്കും നമ്മൾ ഈ ഒരു ഡിപ്രീസിയേഷൻ പീരീഡ് കഴിയുമ്പോൾ, അതായത് ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ വെഹിക്കിളിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 40% ഡിപ്രീസിയേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും ഒരു അസറ്റാണ്. നമ്മൾ വീണ്ടും കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 10%, 5% ഒക്കെ ഡിപ്രീസിയേഷൻ വരത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു സെലേറിയ കിടപ്പുണ്ടല്ലോ, അത് ഞങ്ങൾ 2018 അവനെ മേടിച്ചത്. അന്ന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ, ഏതാണ്ട് 1800 കിലോമീറ്റർ മാത്രം ഓടി 1.5 ലക്ഷം രൂപ ലാഭത്തിലെങ്ങാണ്ടാണ് നമ്മൾ അന്ന് മേടിച്ചത്. ഏതാണ്ട് 4 ലക്ഷം രൂപയ്ക്കെങ്ങാണ്ടാണ് മേടിച്ചത്. ഇന്ന് ഇപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടാറായി. ഇന്നിപ്പോൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 3 ലക്ഷം രൂപ എടുത്ത് കിട്ടും. അതായത് എന്ത് ലാഭമാണെന്ന് നോക്കിയാൽ ആ ഡിപ്രീസിയേഷൻ പീരീഡ് ഫുള്ള് ഫസ്റ്റ് ഓണറിലേക്ക് പോയി നമ്മളെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റി. അതിപ്പോൾ ലാഭമായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് വെഹിക്കിൾസിനോട് താല്പര്യമുള്ളവർക്ക് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ് ഒരു പഴയ കാർ എടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നല്ല വെഹിക്കിൾസ്, അതായത് ഒരിക്കലും പൊട്ട വണ്ടി എടുത്ത് തലയിലാക്കിയേക്കരുത്, നല്ല വെഹിക്കിൾ എടുക്കുക എന്നുള്ളത്. നമ്മുടെ 3 സീരീസ് ഇപ്പോൾ അതുപോലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ കാർബൺ, അത് നമ്മുടെ SSIT. ശരിയാട്ടോ, എൻ്റെ കയ്യിൽ പുതിയ വണ്ടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിപ്രീസിയേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുള്ള വെഹിക്കിൾസ് എടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് നോക്കിയെടുക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾ വരരുതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കാസ്റ്റ് 24 എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാണ്ട് എന്നോട് അഖിൽ കുട മാറ്റാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കുടയില്ല, പറ്റത്തില്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുത്തേക്കുന്ന ഒരു ഹോണ്ട സിറ്റിയാണ്. അതായത് 2014 നമ്മൾ വെർണ എടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു ഹോണ്ട സിറ്റി. ആ ഒരു സമയത്തെ ഒരു മോഡലാണ്. അപ്പോൾ അന്ന് അപ്പാടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒരു ബോഷ് ആൾക്കാരുടെ വണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു സിംപ്ലിസിറ്റിക്ക് പോരാ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് വെർണ എടുത്ത്. പക്ഷേ ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അനലിനൊക്കെ ഇഷ്ടമുള്ള വണ്ടിയാണ്. ഇത് ശരിക്കും വാല്യൂ ഫോർ മണിയിൽ കിടക്കുന്നൊരു മോഡലാണ് ഈ കിടക്കുന്ന ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. ഒരു 2016 മോഡലാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഹോണ്ട സിറ്റിനെ സംബന്ധിച്ചിട്ട് അതൊരു ലോ കിലോമീറ്റർ ആണ്. മെയിൻ്റനൻസ് ഒന്നും ഒരു ലിമിറ്റ് കൂടുതൽ വരത്തില്ല. വളരെയധികം റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്, ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ സിസ്റ്റവും വളരെയധികം ഹോണ്ട എഞ്ചിനീയറിംഗ് ആണ്, ജപ്പാൻ എഞ്ചിനീയറിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ വളരെയധികം നല്ലതാണ്. അതിൻ്റെ ഒരു മിഡിൽ വേരിയൻ്റ് ആണ്. ഇൻറ്റീരിയറൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാനുവലാണ്, പെട്രോൾ വേരിയൻറ്റ്. ഇതിന് ചോദിക്കുന്ന വില ഏതാണ്ട് 4.83 lakhs ആണ് ബേസ് പ്രൈസ് അവർ പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊക്കെ ചെറിയ ചെറിയ പ്രൈസും കൂടെ ആടാവും. പക്ഷേ 4.83 ആണ് ഇതിനൊരു ബേസിക് പ്രൈസായിട്ട് കാസ്റ്റ് 24 പറഞ്ഞിരിക്കുന്നത്. അത് നല്ലൊരു ഡീലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, 4,80,000 രൂപയ്ക്ക് ഇപ്പോൾ ഏത് പുതിയ വണ്ടി കിട്ടും? ഇത് നമ്മുടെ ഹോണ്ടയുടെ ഫേമസ് ആയിട്ടുള്ള അവരുടെ ഹോണ്ട സിറ്റി. അതും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈൻ സ്റ്റൈലാണിത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് ഇവരിത് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി തരും. ലോക്കായിരുന്നു, അപ്പോൾ അതാണ്ട് ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ സ്റ്റൈലാണ്ട് മാനുവൽ കീയൊക്കെ, എന്ത് രസമല്ലേ? അപ്പോൾ ഇതാണ് ഇവൻ്റെ ഇൻറ്റീരിയർ. ആ ഒരു ബീജും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് തീമും കൂടെയാണ് പോകുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒന്നൊരു ഡീപ്പ് ക്ലീനിങ് കൂടെ ചെയ്തെടുത്താണ്ടല്ലോ. ഒരു 5,000 രൂപ കൂടെ മുടക്കി നിങ്ങളൊരു ഡീപ്പ് ക്ലീനിങ്, ഒരു പോളിഷിങ് കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുത്തൻ വണ്ടി പോലെ അവൻ നിൽക്കും. ഇത് കൊള്ളാം. ഇത് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ. എല്ലാം എടുക്കണോ അതോ നിങ്ങൾ എടുക്കണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ഹോണ്ട സിറ്റിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സസ്പെൻഷൻ നോക്കി 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും
എന്ത് സ്മൂത്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ആ ഹമ്പൊക്കെ ചാടുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുമാത്രമല്ല ഈ ഹോണ്ടയുടെ എഞ്ചിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ ലോ കിലോമീറ്റർ. ഞാനൊന്ന് റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഫാൻ സ്പീഡ് ഓഫ് ചെയ്തു കണ്ടോ, ഇത്രയും കിലോമീറ്റർ, അതായത് 78 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇവൻ്റെ രോമത്തിൽ പോലും ഏക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു കിലോമീറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ട്രാൻസ്മിഷൻ ആണെങ്കിലും ഇത് ശരിക്കും ഒരു റിലയബിൾ ഓപ്ഷനാണ് ഈ ഒരു ഹോണ്ട സിറ്റി അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത്. പെട്രോൾ പണ്ടത്തെ ആ ഒരു പെട്രോളും 1.5 ലിറ്റർ എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആ ഒരു പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഈ ഒരു മാനുവൽ ട്രാൻസ്മിഷനും നമുക്ക് ശരിക്കും ഒരു എന്നാ വർക്ക് ഹോഴ്സും തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. കിടന്ന് ഓടിക്കോളും, ഒട്ടും മെയിൻ്റനൻസ് വരാനില്ല. കംപ്ലീറ്റ്ലി റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞാൽ അന്ന് തൊട്ടേ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാം, അന്ന് അപ്പാടെ ഒരു അപ്പാണല്ലോ അന്ന് വണ്ടി എടുത്തത്. അപ്പം നമ്മൾ അപ്പാടെ ആഗ്രഹങ്ങൾ കേൾക്കണമല്ലോ. അങ്ങനെ അന്ന് വഴക്കുണ്ടാക്കി. അന്ന് ഒറ്റയ്ക്കായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ വഴക്കുണ്ടാക്കി ലാസ്റ്റ് വെർണ മേടിപ്പിച്ചു. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് ആണെങ്കിലും ആ ഒരു പഴയ സ്റ്റൈൽ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇത് കറക്റ്റ് ഒരു നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന, എന്നാൽ സെഡാൻ്റെ ഒരു യാത്രാസുഖം, അതായത് അകത്തെ സ്പേസും ബൂട്ട് സ്പേസും എല്ലാം ഉള്ള രീതിയിലാണ് ഇവൻ്റെ ഒരു ത്രൂ ഔട്ടൊരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് അവൻ്റെ ഒരു പഴയൊരു അനലോഗ് സിസ്റ്റം എന്ന് പറയുന്നത് രസമാണ്. നോക്കി ഇത് നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, ടച്ചാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിട്ട്. ഇത് കഴിഞ്ഞ് വന്നതിൻ്റെ അകത്ത് ഫുള്ള് ടച്ചായി. പക്ഷേ ഇതാ ഒരു മാനുവലാണ്. ഇതിൻ്റെ ക്വാളിറ്റി നോക്കി, ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്ത് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ആ ഒരു ജപ്പാൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. കിയയുടെ പുതിയൊരു ക്യാരൻസ് കിടപ്പുണ്ട്, ഒരു MGയുടെ ഹെക്ടർ കിടപ്പുണ്ട്, ഡിസയർ കിടപ്പുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഒരു വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം 300-ന് മുകളിൽ ചെക്ക് പോയിൻ്റ് ചെക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ വെഹിക്കിൾസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. 300+ ക്വാളിറ്റി ചെക്ക് പോയിൻ്റ് അത് പാസ്സായാൽ മാത്രമേ ഇവർ വണ്ടി മേടിക്കത്തുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഈ ഹോണ്ട സിറ്റി എടുത്തു, നമ്മൾ പർച്ചേസ് ചെയ്തു. ഇതൊരു 1 മാസം യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈവൻ ഫുൾ റീഫണ്ട്, ഇവർക്ക് നമ്മുടെ എമൗണ്ട് ഫുള്ള് റീഫണ്ട് ചെയ്ത് തരാനുള്ള ഒരു പ്രോസസ്സ് വരെ വരുന്നുണ്ട്. അതായത് 1 മാസം ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു കമ്പനി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു പുതിയ വണ്ടിയാണെങ്കിൽ അവർ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ക്വാളിറ്റിയിലുള്ള വിശ്വാസം തന്നെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫിനാൻസ് വേണമെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഫിനാൻസിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം 1 മന്തിലേക്കുള്ള 30 ഡേ റിട്ടേൺ പോളിസിയും വരുന്നുണ്ട്, 1 മന്തിലേക്കുള്ള കോംപ്രഹെൻസീവ് വാറണ്ടിയും വരുന്നുണ്ട്. ഇനി നമ്മൾ 1-2 വണ്ടികളും കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു MGയുടെ കിയ. ഇത് ഏത് വണ്ടിയാണെന്നുള്ളത് നമുക്ക് ഹോണ്ട സിറ്റിയിൽ തന്നെ പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഹെക്ടർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2020 മോഡൽ ഹെക്ടറാണ്. അതിൻ്റെ ഓട്ടോമാറ്റിക്, അതായത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന ഓട്ടോമാറ്റിക് വേരിയൻ്റാണിത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഏതാണ്ട് 11.5 11.8 ലാക്ക് സംതിങ്ങോ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-7 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് നമ്മുടെ താണ്ട ഹെക്ടറിന് വരുന്നുണ്ട്. 2020 മോഡലാണ്. ഇതിൻ്റെ വേറൊരു പ്ലസ് പോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 40,000 കിലോമീറ്റർ കംപ്ലീറ്റ്ലി കമ്പനി സർവീസൊക്കെ കഴിഞ്ഞ വണ്ടി. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതായത് ഒരു 7 സീറ്ററാണ്. നിങ്ങൾ ബാക്കിലോട്ട് നോക്കിയാൽ അറിയാം. അതായത് ഹെക്ടർ പ്ലസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കിൽ നമുക്ക് സീറ്റ് വരുന്നുണ്ട്. നടുക്ക് 2 ക്യാപ്റ്റൻ സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം മാറിപ്പോയി. ഞാൻ 11.83 സംതിങ് എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 11.23 ആണ് ഇതാണ്ട് ബേസിക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവനെയും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. വലിയ വണ്ടിയാണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇതിൻ്റെ അകത്തായതുകൊണ്ട് കേട്ടോ സീറ്റ് ബെൽറ്റ് ഇടാത്തത്. എന്നാലും നിങ്ങൾ എന്നോട് ചോദിക്കും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് വിട്ടിട്ടുണ്ട്. മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. വാവ്, ശരിക്കും ഒരു പുതിയ ഹെക്ടർ ഓടിക്കുന്നവർ തന്നെ ഉണ്ട് കേട്ടോ. നോക്കി എന്ത് സ്മൂത്താണെന്ന് നോക്കി, കൊള്ളാം കേട്ടോ. ഇത് ശരിക്കും ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ അലാറം അടിക്കുന്ന അഖിലിൻ്റെയാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ഞാൻ ബാക്കി 1-2 വണ്ടിയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു 2017 മോഡൽ ക്രെട്ടയാണ് ഹുണ്ടയുടെ. നിങ്ങൾക്ക് അറിയായിരിക്കും ക്രെട്ടയോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് പണ്ട് തൊട്ട്. ഹുണ്ടേ കാറിൽ നമ്മളാദ്യത്തെ കാറ് പറഞ്ഞായിരുന്നല്ലോ. ഇതെന്ന് പറഞ്ഞാൽ EX എന്ന് പറയുന്നൊരു വേരിയൻ്റ്. ആ വേരിയൻ്റാണ്. അതുകൊണ്ട് AC വരുന്നുണ്ട്. സോറി, AC എല്ലാ വണ്ടിക്കകത്തും വരുന്നു. മറ്റേ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ നോർമൽ AC വരും. ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതും ആ ഒരു ടച്ച് എന്നുള്ളതിൽ മാറി കുറച്ചുകൂടെ ഒരു അനലോഗ് സ്റ്റൈലുള്ളതാണ്.
മറ്റേ ഹോണ്ടയുടെ ഒരു പഴയൊരു ഭയങ്കര ഭംഗിയുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വർണ്ണയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്ന സെയിം ഒരു ഇൻറ്റീരിയർ ക്ലസ്റ്ററാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം ഞാനത് കുറേ കാലം യൂസ് ചെയ്തതാണ്. അത് ഞങ്ങൾ പറഞ്ഞ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ വന്നത്. അപ്പോൾ ഇത് 2017 40,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഏതാണ്ട് 6.83 lakhs ആണ് ഇവർ ചോദിക്കുന്നത്. അതും ദാറ്റ് ഓൾസോ സീംസ് ലൈക്ക് എ ഗുഡ് ഡീൽ. ഇതിനെന്താണ് അലാറം അടിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 വണ്ടി ആയതുകൊണ്ടാണ് അലാറം അടിക്കാത്തത്. അന്ന് തൊട്ട് ഈ അലാറം ഒന്നും മാൻഡേറ്ററി അല്ലായിരുന്നല്ലോ, അതുകൊണ്ട്. ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് 1.5 ലിറ്റർ എഞ്ചിനാണ് ഇവന് വരുന്നത്. ഇത് നല്ല എഞ്ചിനാണ് കേട്ടോ, നല്ല രസമുള്ള ഓടിക്കാൻ. ഞങ്ങളുടെയൊക്കെ കാലത്ത് 1.6 ലിറ്റർ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പിലത്തെ ക്രെട്ടയ്ക്കകത്ത് 1.6 ആയിരുന്നു തോന്നുന്നു. ഇതിപ്പോൾ 1.5 ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വണ്ടി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നോക്കിയിട്ട് വന്നത്. ഇപ്പോൾ ഒരു പുള്ളി ഇവിടെ വന്നായിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ. അപ്പോൾ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇത് നോക്കിക്കോ, നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നിങ്ങൾ വരുമ്പോഴത്തേക്കും വിറ്റുപോയാൽ എന്നോടൊന്നും പറഞ്ഞേക്കരുത്. ഇത് ഒരു അടിപൊളി മുതലാണ്, ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ഡീലെന്ന് പറയാൻ പറ്റും. ഇത് ഏതാണെന്നുള്ളത് നിങ്ങളിപ്പോൾ ഗസ് ചെയ്തോ, മിക്കവാറും ഗസ് ചെയ്ത് കാണും. ഇതൊരു 2020 മോഡൽ i20 നമ്മുടെ ഹൂണ്ടയുടെ. അതിൻ്റെ ഏകദേശം ഒരു ഫുൾ ഓപ്ഷൻ വരുന്ന വേരിയൻ്റാണ്. ഫുൾ ഓപ്ഷൻ അസ്റ്റയാണെന്ന് എനിക്ക് തോന്നുന്നു, അസ്റ്റ മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ്ട് അകലെ കാണിച്ചിടാം, അതാണ്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, ആ ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഇതിനകത്ത് മാപ്പൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറയട്ടെ, ഇത് വെറും 13,000 കിലോമീറ്റർ, അതാണ്ട് ജെനുവിൻ ഒറിജിനൽ കമ്പനി സർവീസിൽ കിടക്കുന്ന 13,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു i20 ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണെന്നറിയാമോ? 5.15 lakhs, 5,15,000 രൂപയാണ് ഇതിൻ്റെ ബേസ്. അതായത് ഇവരുടെ എന്തോ ചെറിയ ചാർജസ് ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലാതെ ഇവൻ്റെ ബേസിക് പ്രൈസ് ആയിട്ട് കമ്പനി പറയുന്നത് 5.15 lakhs ഉള്ളൂ. ഈ വണ്ടി നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചോ, ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ റീഫണ്ട് ഉൾപ്പെടെയാണ് അവർ ചെയ്തു തരുന്നത്. അങ്ങനെ ശരിക്കും ഒരു അടിപൊളി ഡീലാണ് ഈ കിടക്കുന്ന i20 എന്ന് പറയുന്നത്. ശരിക്കും ഒരു വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടൊരു 5 മോഡൽസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ മോഡലുണ്ട്, ബാക്കി കാര്യങ്ങളും കൂടെയൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ i20 ഒക്കെ ചെയ്ത് ഭയങ്കര ചൂടാണല്ലോ, i20 കൂടെ ഒന്ന് കണ്ടിട്ട് പോലെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ എൻ്റെ അടുത്ത് ഒരു ക്യാരൻസിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഈ ക്യാരൻസിന് ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ, ഏടൊന്നുമില്ല, ഏകദേശം ഒരു 9-8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ എടുത്ത് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2022 മോഡൽ, ലാസ്റ്റ് ഏകദേശം ഒരു കൊല്ലം അവസാനം ഇറങ്ങിയൊരു വണ്ടിയാണ്. നമുക്കൊരു 2-3 കൊല്ലം പഴക്കമുണ്ടെന്ന് പറയുമ്പം ഈ വണ്ടി 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഏതാണ്ട് 15.15 lakhs, 15 പോയിൻറ്റ് സംതിങ് ആണ് ചോദിക്കുന്നത്. അതായത് പുതിയ വണ്ടിക്കാണ്ട് 24-25 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇത് 1.5 ലിറ്റർ ആ GT വരുന്നുണ്ട്, അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള GTയുടെ DC ഡ്യുവൽ ക്ലച്ച് ഓപ്ഷൻ വരുന്ന ആ ഒരു മോഡലാണ്. ഇത് പുതിയ ക്യാരൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, GT വേണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ഡീലാണ് കേട്ടോ. ഇത് നിങ്ങളെടുത്ത് 2-3 കൊല്ലം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു 11 ലക്ഷം രൂപ 12 ലക്ഷം രൂപ അടുത്ത് കിട്ടും. അതേസമയം പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷത്തിന് ഡിപ്രീസിയേഷൻ വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാരൻസും കൊള്ളാം. നിങ്ങൾക്ക് ക്യാരൻസ് എന്താണെങ്കിലും നമ്മൾ ക്യാരൻസ് നോക്കുന്നില്ല, നമ്മൾ ആ കുഞ്ഞുവണ്ടി ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കാസ് 24-നെ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ അവരുടെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പിന്നെ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടൻ പറഞ്ഞ വണ്ടിയെല്ലാം വിറ്റ് കാണുന്നില്ലല്ലോ എന്നുള്ളത്. അത് സെല്ലാവുന്നതാണ്. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മോസ്റ്റ് പ്രോബ്ലി അത് സെല്ലാവും. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് പിക്ക് ഔട്ട് ചെയ്തിട്ടുള്ള വണ്ടികളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളിത് വിറ്റ് പോയാലും അറിയേണ്ട, വേറെ ഓപ്ഷൻസ് കാണും. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഇവരുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ കണ്ട കാറുകൾ മാത്രമല്ല, ഏകദേശം ഒരു 300-ന് മുകളിൽ കാറുകൾ ഇപ്പോൾ നമ്മുടെ കാസ് 24-ൽ അവൈലബിൾ ആണ്. അകലേൻ്റെ ബി റോൾസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു കാണും. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഗ്യാരേജ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സ്പേസ് ഫുള്ള് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത്രയധികം അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവർ ഈ അക്വയർ ചെയ്യുന്ന വെഹിക്കിൾസ് എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഏകദേശം 300-ന് മുകളിൽ ക്വാളിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. 100% സർട്ടിഫൈഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് മാത്രമേ ഇവർ സെല്ല് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാൻ വിട്ടുപോയതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇത്രയും കാലം അതില്ലായിരുന്നു. ഇത്രയും കാലം 1 മാസത്തെ കോംപ്രഹെൻസീവ് വാറണ്ടിയിലായിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലൈഫ് ടൈമിലേക്കുള്ള വാറണ്ടി. ആദ്യത്തെ 1 മാസം കംപ്ലീറ്റ്ലി കോംപ്രഹെൻസീവ് ഇൻക്ലൂഡിങ് വെയർ ആൻഡ് ടയർ, ക്ലച്ച് ഉൾപ്പെടെ അവർ വാറണ്ടി തരുന്നുണ്ട്. പിന്നെ വരുന്ന 1 കൊല്ലത്തേക്ക്, പിന്നെ വരുന്ന 2 കൊല്ലത്തേക്ക് മെയിനായിട്ടുള്ള എഞ്ചിൻ, ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ അങ്ങനെ മെക്കാനിക്കൽ കമ്പോണൻസിന് വരുന്നു. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ലൈഫ് ടൈമിലേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ശരിക്കും പുതിയ കാറുകൾ പോലും കൊടുക്കുന്നൊരു കാര്യമല്ല, പക്ഷേ കാസ് 24 കൊടുക്കുന്നുണ്ട്. EMI ഒക്കെ ക്വിക്കായിട്ട് വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ള EMIക്കുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഒത്തിരിയധികം പാർട്ട്നേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയും വേഗം
EMI അല്ലെങ്കിൽ ലോൺ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാനുള്ള ഒരു ഫീസിബിലിറ്റി വരുന്നുണ്ട്. 30 ദിവസത്തേക്കുള്ള റിട്ടേൺ പോളിസിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും ഒരു അടിപൊളി ഓപ്ഷനാണ്, അടിപൊളി ചോയ്സാണ്. ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള നല്ല വണ്ടികളുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പം ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്, അവരുടെ ആപ്പ് എടുത്ത് നോക്കി കൊച്ചി നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ട 3-4 വണ്ടികൾ കണ്ടിട്ടുണ്ട്, അതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ റൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.